അഫ്ഗാനിസ്ഥാനുമായി മുഴുനീള യുദ്ധപ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് പാകിസ്ഥാൻ. കഴിഞ്ഞ ദിവസം അഫ്ഗാനിസ്ഥാന്റെ തലസ്ഥാനമായ കാബൂളിലേക്കും കണ്ടഹാറിലേക്കും അടക്കം പാകിസ്ഥാൻ അതിരൂക്ഷമായ വ്യോമാക്രമണവും ബോംബാക്രമണവും നടത്തുകയുണ്ടായി. 133-ലധികം താലിബാൻ സൈനികരെ വധിച്ചുവെന്നാണ് പാകിസ്ഥാൻ അവകാശപ്പെടുന്നത്. ഇതിന് പിന്നാലെ പാകിസ്ഥാൻ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്ററും പാകിസ്ഥാന്റെ ആഭ്യന്തരമന്ത്രിയും സൗദി അറേബ്യയുടെ ഭരണ തലവന്മാരുമായി ചർച്ച നടത്തിയെന്നുള്ള വാർത്തകളും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നേരത്തെ പാകിസ്ഥാനും സൗദി അറേബ്യയും തമ്മിൽ ആയുധ കരാറുകളിൽ ഒപ്പിട്ടിരുന്നു. ആണവായുധ കൈമാറ്റ കരാറടക്കം ഇരു രാജ്യങ്ങളും തമ്മിൽ ഒപ്പുവെച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട യാഥാർത്ഥ്യം. ഈ കരാറുകളിലെ പ്രധാനപ്പെട്ട ഒരു നിബന്ധന എന്നുള്ളത്, ഇതിലേതെങ്കിലും ഒരു രാജ്യത്തിനെ മറ്റൊരു രാജ്യം ആക്രമിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇതിലേതെങ്കിലും ഒരു രാജ്യം മറ്റൊരു രാജ്യവുമായി യുദ്ധത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ ആ രാജ്യത്തിനെ കൂടെയുള്ള രാജ്യം സഹായിക്കണം. അതായത് പാകിസ്ഥാനെ ഇന്ത്യ ആക്രമിക്കുകയോ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനെ ആക്രമിക്കുകയോ ചെയ്താൽ സൗദി അറേബ്യ പാകിസ്ഥാനൊപ്പം ചേർന്ന് മറ്റ് രണ്ട് രാജ്യങ്ങളെയും ആക്രമിക്കണം. ഇതേപോലെ തന്നെ സൗദി അറേബ്യയെ ഖത്തറോ അല്ലെങ്കിൽ സൗദി അറേബ്യയെ അമേരിക്കയോ ആക്രമിക്കുകയാണെങ്കിൽ പാകിസ്ഥാൻ സൗദി അറേബ്യയ്ക്കൊപ്പം ചേർന്ന് അമേരിക്കയെയോ ഖത്തറിനെയോ ആക്രമിക്കണം. ഇതാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള കരാറിലെ പ്രധാനപ്പെട്ട ഒരു നിബന്ധന. ആ നിബന്ധന പ്രകാരം പാകിസ്ഥാൻ ഇതാ സൗദി അറേബ്യയുടെ സഹായം തേടിയിരിക്കുന്നു. അഫ്ഗാനിസ്ഥാൻ എന്ന രാജ്യത്തെ പൂർണ്ണമായും ഇല്ലാതാക്കുമെന്നാണ് ഇപ്പോൾ പാകിസ്ഥാന്റെ സൈനിക മേധാവി അസീം മുനീർ വെല്ലുവിളിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിക്ക് ശേഷം, രാത്രി 12 മണിക്ക് ശേഷം ഉറങ്ങിക്കിടന്ന സാധാരണക്കാർക്ക് നേരെയും സൈനിക ക്യാമ്പുകളിലെ സൈനികർക്ക് നേരെയുമാണ് വ്യോമാക്രമണം പാകിസ്ഥാന്റെ വ്യോമസേന നടത്തിയത്. പാകിസ്ഥാന്റെ ഒരു യുദ്ധശൈലി ഇത് തന്നെയാണ്. പകൽ വെളിച്ചത്തിൽ യുദ്ധം ചെയ്യാൻ പാകിസ്ഥാൻ ഒരിക്കലും തയ്യാറാകില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പ്രത്യക്ഷത്തിൽ യുദ്ധം ചെയ്യാൻ പാകിസ്ഥാൻ തയ്യാറായില്ല. പാകിസ്ഥാൻ ഈ ഇരുട്ടിൻ്റെ മറവിൽ യുദ്ധം ചെയ്യുന്ന ഒരു രാജ്യമാണ്. ആ ശൈലി തന്നെയാണ് പാകിസ്ഥാൻ കഴിഞ്ഞ ദിവസവും അഫ്ഗാനിസ്ഥാനിൽ പ്രയോഗിച്ചത്. അഫ്ഗാനിസ്ഥാനിലെ കാബൂളിലേക്കും കണ്ടഹാറിലേക്കും രാത്രിയുടെ ഇരുട്ടിൻ്റെ മറവിൽ അതിരൂക്ഷമായ വ്യോമാക്രമണമാണ് പാകിസ്ഥാൻ നടത്തിയത്. ആ വ്യോമാക്രമണത്തിൽ വളരെ ഗുരുതരമായിട്ടുള്ള നാശനഷ്ടങ്ങൾ അഫ്ഗാനിസ്ഥാൻ സേനയ്ക്കുണ്ടായി എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. നിരവധി ആളുകൾ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് പുറത്തു വരുന്ന പ്രധാനപ്പെട്ട വിവരങ്ങൾ. അതേസമയം തിരിച്ചടി ഉടനുണ്ടാകുമെന്ന് താലിബാൻ വക്താവ് വ്യക്തമാക്കിയിരിക്കുന്നു. പാകിസ്ഥാന് ഈ രാത്രിയുടെ മറവിൽ സാധാരണക്കാർക്ക് നേരെ നടത്തിയ നരനായാട്ടിന് തിരിച്ചടി ഉടനുണ്ടാകുമെന്നും അധികം വൈകാതെ പാകിസ്ഥാനിലെ സൈനിക താവളങ്ങൾ പൊട്ടിത്തകരുമെന്നും പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങൾ തീഗോളമായി മാറുമെന്നും താലിബാൻ വക്താവ് വ്യക്തമാക്കുകയും ചെയ്തു. കഴിഞ്ഞ കുറച്ചു നാളുകളായി പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിൽ സംഘർഷം കൂടുതൽ രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്. പ്രധാന കാര്യം തെഹ്രിക്ക് താലിബാൻ, അതായത് പാകിസ്ഥാൻ താലിബാൻ എന്നറിയപ്പെടുന്ന തെഹ്രിക്ക് താലിബാൻ ഭരണകൂടം, അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടം സംരക്ഷിക്കുന്നുവെന്നാണ് പാകിസ്ഥാൻ ആരോപിക്കുന്നത്. തെഹ്രിക്ക് താലിബാനെ നിലയ്ക്ക് നിർത്തുന്നില്ലെന്നും തെഹ്രിക്ക് താലിബാനെ നിരോധിക്കുന്നില്ലെന്നും തെഹ്രിക്ക് താലിബാനെ പിടികൂടാൻ അല്ലെങ്കിൽ തെഹ്രിക്ക് താലിബാനെ നിലയ്ക്ക് നിർത്താൻ പാകിസ്ഥാൻ ഭരണകൂടത്തെ സഹായിക്കുന്നില്ലെന്നും ആരോപിച്ചുകൊണ്ടാണ് അഫ്ഗാനിസ്ഥാനെതിരെ ആക്രമണങ്ങൾ പാകിസ്ഥാൻ സേന രൂക്ഷമാക്കിയത്. നേരത്തെ പലതവണ അഫ്ഗാനിസ്ഥാനിലേക്ക് പാകിസ്ഥാൻ സൈന്യം വ്യോമാക്രമണം നടത്തിയിരുന്നു. അതിനുള്ള തിരിച്ചടി ഖൈബർ പഷ്തൂങ്ക മേഖലയിലൊക്കെ തന്നെ താലിബാനും തെഹ്രിക്ക് താലിബാനും പാകിസ്ഥാന് നൽകുകയും ചെയ്തു. എന്നാൽ കഴിഞ്ഞ ദിവസം വളരെ ശക്തമായിട്ടുള്ള ഒരു വ്യോമാക്രമണമാണ് അഫ്ഗാനിസ്ഥാന്റെ പല മേഖലകളിലായിട്ട് കാബൂളിലേക്കും കണ്ടഹാറിലേക്കും അടക്കം പാകിസ്ഥാൻ സേന നടത്തിയത് എന്നുള്ളതാണ് പുറത്തുവരുന്ന ഏറ്റവും സുപ്രധാനമായ വിവരങ്ങൾ.